السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അപ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ 18ാമത്തെ ജുസ്ആയി പഠിക്കാൻ പോവുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമ്മുടെ 18ാമത്തെ ജുസ്ആയിൽ സൂറത്തുൽ മുഅ്മിനൂനാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ മുഅ്മിനീൻ എന്തിനാണ് ഇതിന് പേര് വെച്ചെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ മുഅ്മിനീന് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ മുഅ്മിനീങ്ങൾക്ക് വേണ്ട വിശേഷണങ്ങൾ ഇതിൽ പ്രധാനമായും പറയുന്നുണ്ട്. ആദ്യം തന്നെ ഇതിന് പറയുന്നുണ്ട്. അതിനാണ് മുഅ്മിനൂൻ എന്ന് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلواتهم يحافظون. ഒന്ന് മുതൽ എന്ത് ചെയ്യുക, ഇവിടെ ഇത്രയും പറഞ്ഞ വിശേഷണങ്ങൾ ഇത് മുഅ്മിനീങ്ങൾക്കുണ്ടാവേണ്ട വിശേഷണങ്ങളാണ്. ഇത് മുഅ്മിനീങ്ങളാണ് എന്ന് പറയുന്ന ഒരു വിഷയമാണ് ആദ്യം ചർച്ച ചെയ്യുന്നത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾക്ക് അവർക്ക് അൾട്ടിമേറ്റ് ആയിട്ടുള്ള അവർക്ക് സക്സസ്സാണ്, വിജയമാണ്. അപ്പോൾ ഈ ഫലാഹും ഫൗസും രണ്ട് തമ്മിലുള്ള വ്യത്യാസം ഞാൻ മുമ്പ് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഫലാഹ് അഥവാ അഫ്ലഹ എന്ന് വെച്ചാൽ ശാശ്വതമായ വിജയം എന്നാണ്. മുഅ്മിനീങ്ങൾക്ക് ശാശ്വത വിജയമാണ്. അപ്പോൾ എങ്ങനെയാണ് അവരുടെ നിസ്കാരത്തിൽ അവർ ഭയഭക്തിയുള്ളവരാണ്. നിസ്കരിക്കുമ്പോൾ വളരെ സീരിയസോടെ, വളരെ ദൈവഭക്തിയോടെ നിസ്കരിക്കുന്നവരാണവർ. അവർ ഇത് പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ തറാവീഹ് മറ്റുമൊക്കെ വരുമ്പോൾ നമ്മൾ സൂറ ഫാത്തിഹ അതിൽ ഓതി നിർബന്ധമാണ്. ഫാത്തിഹ ഓതാതെ നിസ്കാരം ശരിയാവും. അപ്പോൾ നമ്മുടെ അതിൻ്റെ സ്പീഡും മറ്റുമൊക്കെ ആകുമ്പോൾ നമ്മളത് ഫാത്തിഹ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരം സ്വഹിയാവൂല. അത് നമ്മൾ ശ്രദ്ധിക്കണം. നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ് മുഅ്മിനീങ്ങൾ. ഒന്ന്. രണ്ടാമത്തേത് വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, ലഘുവായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു അൺനെസസറി ആയിട്ടുള്ള ആവശ്യമില്ലാത്ത വെറുതെ കുറേ വിഷയങ്ങളൊക്കെ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ബന്ധപ്പെട്ടവരൊക്കെ നമുക്ക് കാണാൻ പറ്റും. കുറേ ആൾക്കാർ, ജാഹിലീങ്ങയായ ആൾക്കാർ അല്ലെങ്കിൽ മണ്ടന്മാർ എന്ന് പറയാൻ പറ്റും. അതായത് വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് വെറുതെ അയാൾ അങ്ങനെ പോയല്ലോ, ഇയാൾ ഇങ്ങനെ പോയല്ലോ, അയാളുടെ കല്യാണം പിന്നെ അതാണല്ലോ പറ്റിയത്, ഇതെന്താ ഇങ്ങനെ, ഇതെന്താ അങ്ങനെ, വെറുതെ ആവശ്യമില്ലാത്ത വെറുതെ ഇങ്ങനെ പറയാം. അപ്പം അതൊന്നും മുഅ്മിനീങ്ങൾ ചെയ്യൂല. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അങ്ങനെ ലഘുവായ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതിനെ നെവർ മൈൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാണ്. ഇനി മൂന്നാമതായി പറയുന്നത് വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ, അവർ സകാത്ത് അനുഷ്ഠിക്കുന്നവരാണ്, സകാത്ത് അവർ കൊടുക്കുന്നവരാണ്. സകാത്തിൻ്റെ കാര്യത്തിൽ അവർ ശ്രദ്ധിക്കും. അപ്പോൾ സകാത്ത് എന്ന് പറയുമ്പോൾ നമ്മളെന്ത് ചെയ്യും, നമ്മുടെ എല്ലാ രീതിയിലുള്ള സകാത്ത്, ഇപ്പോൾ റമദാനൊക്കെ വരുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതാണ്, നമ്മൾ ശ്രദ്ധിക്കുമല്ലോ ആ വിഷയം കൂടുതലായും. അപ്പോൾ സമ്പത്തുള്ളവർ മറ്റും ഒക്കെ അവരുടെ എങ്ങനെയാണോ അവരുടെ സകാത്ത് അത്
എന്ത് ചെയ്യണം? അവർ കൊടുത്ത് വിടണം. കൊടുത്ത് നമ്മൾ നെവർ മൈൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ മുഅ്മിനീങ്ങളാവൂല. സക്കാത്ത് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു സ്തംഭമാണ് ഇസ്ലാമിൻ്റെ. അപ്പം അത് നമ്മൾ നിർവഹിക്കണം. വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. മറ്റൊരു പ്രധാനപ്പെട്ട മുഅ്മിനീൻ്റെ ഒരു വിശേഷണം അവരുടെ ഗൗപ്യമായ ഭാഗം അവർ സൂക്ഷിക്കുന്നവരാണ്, അല്ലെങ്കിൽ അവർ ചാരിത്രശുദ്ധിയുള്ളവരാണ്. അതാണ് മാന്യമായ രീതിയിൽ പറയാനെങ്കിൽ അവർ ചാരിത്രശുദ്ധിയുള്ളവരാണ്. അവർ അവിഹിതമായ ബന്ധത്തിൽ ഏർപ്പെടുന്നവരല്ല. അവരുടെ ഭാര്യമാർ, അവരുടെ ഭർത്താക്കന്മാർ, അവരിൽ മാത്രമാണ് അവർക്ക് അവരുടെ ലൈംഗികമായ മറ്റുമൊക്കെ അവർ ഉപയോഗിക്കുന്നതും അവർ സ്വീകരിക്കുന്നതും. അവർ അവിഹിതമായ ബന്ധത്തിൽ ഏർപ്പെടൂല. ഏർപ്പെട്ടവർ അവർ അവർ പരിധി വിട്ടവരാണ്. അവർ മുഅ്മിനീങ്ങളിൽ നിന്ന് പുറത്തു പോയവരാണ്. മുഅ്മിനീങ്ങൾ അല്ല, മുഅ്മിനീങ്ങളുടെ അവർ ലൈനിൽ നിന്ന് അവർ കടന്നവരാണ്. വല്ലദീന ഹും ലി അമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. അത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്, പ്രത്യേകിച്ചും ഇന്നത്തെ കാലം. അവർ അമാനാത്തിൽ അവർ വിശ്വസ്തരാണ്. അവർക്കൊരു കാര്യം ഏൽപ്പിക്കാൻ പറ്റും. അവരൊരു കാര്യം ഏറ്റെടുത്താൽ അവർ പൂർത്തീകരിക്കും. അവർ വിശ്വസ്തരാണ്, അമാനത്തുള്ളവരാണ്. അതേപോലെ വഅഹ്ദിഹിം റാഊൻ. ഒരു കരാർ അവരിൽ ഒരു പ്രോമിസ് അവർ ചെയ്തു കഴിഞ്ഞാൽ അവരത് വീട്ടും, അവരത് നിർവഹിക്കും. ഞാൻ ഇത്ര സംഭാവന ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഇത്ര നിനക്ക് സഹായിക്കാം എന്ന് പറഞ്ഞ് അതപ്പടി പ്രാവർത്തികമാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് മുഅ്മിനീങ്ങൾ. അതല്ലാതെ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന് അല്ല, അതല്ല ഒരു വിഷയമാണ് അത്. വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ. അപ്പോൾ നമ്മൾ ഈ ഹദീസ് മറ്റൊക്കെ കാണാൻ പറ്റും. ഒരു മുസ്ലിം അതേപോലെ മുസ്ലിം അല്ലാത്ത അമുസ്ലിം രണ്ട് തമ്മിലുള്ള വ്യത്യാസം നിസ്കാരമാണ്. അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നിസ്കാരം അതാണ് നമ്മൾ മാത്രം നിസ്കരിക്കുന്നത്, ഹിന്ദുക്കൾ നിസ്കരിക്കില്ല. നോമ്പ് എന്ന് പറയുമ്പോൾ നോമ്പ് മറ്റുമൊക്കെ അവർ നിർവഹിക്കും, അവർ ആരോഗ്യം മറ്റുമൊക്കെ പറയും. സക്കാത്ത് എന്ന് പറയുമ്പോൾ അവർ മറ്റു പാവങ്ങൾക്കൊക്കെ സഹായിക്കും, അങ്ങനെയൊക്കെ പറയും. ഹജ്ജ് എന്ന് പറയുമ്പോൾ അവരും മറ്റും അവർ അർത്ഥത്തിൽ അല്ലെങ്കിൽ തന്നെയും അങ്ങനെ അവർ നിർവഹിക്കുന്നുണ്ട്. അപ്പം നിസ്കാരമാണ് വിഷയം. നിസ്കാരത്തിൽ അത്രയും പ്രാധാന്യമുണ്ട്. അപ്പോൾ ആദ്യം നിസ്കാരത്തിൽ അവർ ഭയഭക്തിയുള്ളവരാണ്. അവസാനം പറഞ്ഞതിപ്പോൾ നിസ്കാരത്തിൽ അവർ നിലനിർത്തുന്നവരാണ്, അവർ സൂക്ഷിക്കുന്നവരാണ്, ആവശ്യം ശ്രദ്ധിക്കുന്നവരാണ്. ഉലായിക ഹുമുൽ വാരിസൂൻ. അവരാണ് അനന്തരാവകാശികൾ. അവരാണ് ഫിർദൗസ് എന്ന സ്വർഗത്തിൻ്റെ അനന്തരാവകാശികൾ. അതിലവർ ശാശ്വതരാണ്. അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. അതാണ് ആദ്യം ചർച്ച ചെയ്യുന്നത്. രണ്ടാമത്തെ വിഷയം മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ ത്വീൻ. മണ്ണിൽ നിന്നാണ് മറ്റും പിന്നെ അതിനെ ശുക്ലമായി മറ്റുമൊക്കെ ആ വിഷയമായി അത് രക്തക്കട്ട, മാംസക്കട്ട, അങ്ങനെ മുളുകത്ത് ഫഖലഖനൽ മുളുകത ഇദാമൻ. പിന്നത് എല്ലായി, അങ്ങനെ എല്ലിൻ്റെ മുകളിൽ അല്ലാഹു നമ്മുടെ നമ്മളെ ഈ ശരീരം മറ്റുമൊക്കെ അള്ളാഹു സൃഷ്ടിച്ചതും അത് അള്ളാഹു അഹ്സനുൽ ഖാലിഖീന. അള്ളാഹു വളരെ വളരെ ഏറ്റവും നല്ല രീതിയിൽ സൃഷ്ടിക്കുന്നവനാണ്. നമുക്ക് നോക്കാൻ പറ്റും, നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ രണ്ട് കൈകൾ എത്ര പ്രൊപ്പോർഷനിലാണ്, എത്ര മനോഹരമായിട്ടാണ് അള്ളാഹു നമ്മുടെ സൃഷ്ടിച്ചത്. നമ്മുടെ കണ്ണുകൾ ഏത് ക്യാമറയ്ക്കും വെല്ലാൻ പറ്റാത്ത, കിടപിടിക്കാൻ പറ്റാത്ത നമ്മുടെ കണ്ണുകൾ, നമ്മുടെ ചെവികൾ, നമ്മുടെ മൂക്ക് എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അതാണ് വിഷയം. എന്തൊക്കെ ആയിട്ടും സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ. അപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ തുടക്കവും ഒടുക്കവും അള്ളാഹു ഇവിടെ അനലൈസ് ചെയ്യുന്നുണ്ട്, ഇവിടെ പറയുന്നുണ്ട്. വളരെ നിസ്സാരമായിട്ടാണ് മണ്ണിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു തുള്ളിയിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നിട്ടോ
അവർക്ക് ഒരുപാട് വിഷയങ്ങൾ നമ്മൾ അവർക്ക് കൊടുത്തത്, അവർക്ക് അവരുടെ കണ്ണ്, ചെവി മറ്റുമൊക്കെ കൊടുത്തതിന് ശേഷം ഇന്നക്കും ബാദദാലിക ലമയ്യിത്തൂൻ, അവർ പിന്നെ മരണപ്പെടുന്നവരാണ്, അവർ മയ്യിത്താകും. എന്നിട്ടോ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅസൂൻ, അവരെ നാളെ അന്ത്യനാളിൽ അവരെ വീണ്ടും പുനർജീവിക്കും. അപ്പോൾ ഇതാണ് ആദ്യം വിഷയം നമ്മൾ ചർച്ച ചെയ്തത്. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, അടുത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചെറുതായിട്ട് നൂഹ് നബീനെ പറ്റിയാണ്. നൂഹ് അലൈഹിസ്സലാം, നൂഹ് നബി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കപ്പലുണ്ടാക്കാൻ പറയുകയും അങ്ങനെ ഓരോ സൃഷ്ടികളിൽ നിന്നും ഓരോ ജീവികളിൽ നിന്നും 2 ഇനങ്ങൾ ആണ് പെണ്ണ് എന്ന രീതിയിൽ ആ കപ്പൽ ഉൾക്കൊള്ളിക്കുകയും അങ്ങനെ അവർ മറ്റൊരു പ്രദേശത്തിലേക്ക് കടന്നു പോകുന്നത് ഇതൊക്കെ നമുക്ക് അറിയുന്ന വിഷയമാണ്. അവർ ചരിത്രം അതിനെപ്പറ്റി ഇവിടെ ഖുർആനിലൂടെ പറയുന്നുണ്ട്. എന്ത്? فأوحينا إليه أن اصنع الفلك بأعيننا ووحينا فإذا جاء أمرنا وفارت النور فاسلك فيها من كل زوجين اثنين وأهلك إلا من سبق عليه القول منهم. അങ്ങനെ ആ വിഷയം അവിടെ പറയുന്നുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാമിനോട് നമ്മൾ വഹീ നൽകിയ സന്ദർഭം, ഒരു കപ്പലുണ്ടാക്കാൻ, എന്നിട്ട് അതിൽ ഓരോ ജിൻസിൽപ്പെട്ട 2 ഇനങ്ങൾ, ആണിനെ പെണ്ണിനെ അതിൽ ഉൾക്കൊള്ളിക്കാനും മറ്റുമൊക്കെ. അതാണ് അവിടെ വിഷയം, ആ വിഷയം ചർച്ച ചെയ്യുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇനി ആ മുസ്ലിമീങ്ങളായ അല്ലെങ്കിൽ മുശ്രിക്കീങ്ങളായ ആൾക്കാർ പറയുന്ന കുറച്ച് വാദങ്ങളുണ്ട്. അവരുടെ സമൂഹത്തോട് പറയുന്നൊരു വിഷയം. وقال الملأ من قومه الذين كفروا وكذبوا بلقاء الآخرة وأترفناهم في الحياة الدنيا ما هذا إلا بشر مثلكم يأكل مما تأكلون منه ويشرب مما تشربون ولئن أطعتم بشرا مثلكم إنكم إذا لخاسرون. പറയാണ് ഈ മുഹമ്മദ് അല്ലെങ്കിൽ ഈ പ്രവാചകൻ ഇവർ നിങ്ങൾ കഴിക്കുന്നതൊക്കെയാണ് അവർ കഴിക്കുന്നത്. സാധാ മനുഷ്യനാണ് അവർ മനുഷ്യനാണ്. നിങ്ങളൊരു മനുഷ്യനെ നിങ്ങൾ വഴിപ്പെടുകയാണെങ്കിൽ, പറയുന്ന പ്രവാചകന് പറയുന്നത് പോലെ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ, ഇതല്ല ഖാസിറു, നിങ്ങൾ പരാജിതരാകും. എന്ന് മാത്രമല്ല, അയഇദുകും അന്നകും ഇദാ മിത്തും വകുൻതും തുറാബ വഇദാമൻ അന്നകും മുഖ്റജൂൻ. അവർ വാദിക്കുന്നത്, അല്ലെങ്കിൽ അന്നകും ഇദാ മിത്തും, നിങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ, നിങ്ങൾ മണ്ണായിക്കഴിഞ്ഞാൽ, അങ്ങനെ അന്നകും മുഖ്റജൂൻ, നിങ്ങൾ വീണ്ടും സൃഷ്ടിപ്പിൽ നിങ്ങളെ വീണ്ടും പുറത്തു കൊണ്ടുവരും, അല്ലെങ്കിൽ പുനരുജ്ജീവിപ്പിക്കുമെന്ന് പറയുന്നത് അങ്ങനെയാണ് വാദിക്കുന്നത്. അത് വളരെ വിദൂരമാണ് ആ വാദം എന്ന് പറയുന്ന ഒരു വിഷയം. ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയ നമൂതു വനഹ്യ വമാ നഹ്നു ബിമബ്ഊസീൻ. അത് പറയുന്നത് നമ്മൾ ഇന്ന് ലിബറലിസം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ലിബറലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ പറയുന്ന ഒരു രീതിയിലുള്ള ഒരു ആശയം. ഈ ഒരു ജീവിതം മാത്രമാണ്, ലൈഫ് ഈസ് ഓൺലി വൺസ്, ജീവിതം ഒരിക്കൽ മാത്രമാണ് എന്ന് പറയുന്ന രീതിയിൽ ഒരു ആശയം. ഇല്ല ഹയാതുന ദുനിയ, ഈ ദുനിയാവിലുള്ള ജീവിതം മാത്രമാണ് ജീവിതം. നമൂതു വനഹ്യ, നമ്മളിവിടെ മരിക്കും, നമ്മളിവിടെ മരിക്കും, ഇവിടെ ജീവിക്കും, അതേ ഉള്ളൂ വിഷയം. നമുക്ക് ഒരു പുനർജീവനമൊന്നുമില്ല. മാ നഹ്നു ബിമബ്ഊസീൻ എന്ന് പറയുന്നവർ. ഇൻ ഹുവ ഇല്ലാ റജുലുൻ ഇഫ്തറാ അലല്ലാഹി കദിബൻ വമാ നഹ്നു ലഹു ബിമുഅ്മിനീൻ. അത്രമാത്രമല്ല, അവർ നിർത്തുന്നില്ല. ഈ ഒരു പ്രവാചകൻ ഒരു സാധാ ഒരു ആണാണ്, ഒരു പുരുഷനാണ്. അയാൾ അള്ളാഹു എന്ന് പറയുന്ന ദൈവത്തിൻ്റെ കുറേ കാര്യങ്ങൾ കെട്ടിച്ചമച്ചും ഫാബ്രിക്കേറ്റ് ചെയ്തും വെറുതെ കളവുണ്ടാക്കാണ്. നമ്മളൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ലേ എന്നവർ പറയാം. വമാ നഹ്നു ലഹു ബിമുഅ്മിനീൻ. അങ്ങനെ
ആ വിഷയം അവിടെ പറയുന്നുണ്ട് ഒരു പ്രവാചകനെ പറ്റിയിട്ട്. അടുത്തത് 61-ാമത്തെ ആയത്തിൽ പറയുന്ന ഒരു വിഷയം. അടുത്ത വിഷയം നമ്മൾ പറഞ്ഞത് 61-ാമത്തെ ഒരായത്താണ് നമ്മൾ പറയുന്നത്. അതായത് ഒരു ഉലായിക യുസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ. മുഅ്മിനീങ്ങളായ ആൾക്കാർ ഒരു വിഷയമാണ് അവിടെ പറഞ്ഞത്. എന്താണെന്ന് പറയും, അവർ നന്മ ചെയ്യാൻ അവർ ഉളരും, അവർ തിരക്ക് കാണും. ഒരു ശൈത്താന് നമ്മുടെ നന്മ ചെയ്യുമ്പോൾ നമ്മൾ തോന്നിക്കഴിഞ്ഞാൽ ശൈത്താൻ നമ്മളെ ബാക്കിൽ വന്ന് പറയും, ഇപ്പം ചെയ്യണം, കുറച്ച് കഴിഞ്ഞ് ചെയ്താണ്. പക്ഷെ നമുക്ക് നന്മ ചെയ്യാൻ നമ്മുടെ തോന്നുകയും അത് അപ്പടി തന്നെ ചെയ്യണം. നമുക്ക് സംശയം വരുന്നതിന് മുമ്പ് പെട്ടെന്ന് ചെയ്തു തീർക്കണം. അതാണ് അവിടെ വിഷയം. ഇനി അടുത്തത് നമ്മുടെ കുറച്ചുകൂടി സ്കിപ്പ് ചെയ്യാണ്. ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ ഈ അരമണിക്കൂർ കൊണ്ട് എന്താണ് പറയേണ്ടത്, നമ്മൾ പ്രധാനപ്പെട്ട വിഷയം നമ്മൾക്കിങ്ങനെ സുപരിചിതമായ വിഷയങ്ങളും പിന്നെ നമുക്ക് ഇങ്ങനെ ഖുർആനിങ്ങനെ ഓതിക്കൊണ്ട് പോകും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ തിലാവത്ത് ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമ്മൾ കാണുന്ന വിഷയങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ 97-ാമത്തെ ആയത്ത് നമുക്ക് നോക്കാം. 97-ാമത്തെ ആയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരികയും ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. 97-ാമത്തെ ആയത്തിൽ നമ്മൾ ഈ എന്ത് വിഷയം നമ്മൾ തുടങ്ങുമ്പോഴും നമ്മൾ ശൈത്താനിനെ തൊട്ട് കാവൽ ചോദിക്കുകയാണെങ്കിൽ നമ്മളത് വളരെ ഗുണകരമായിരിക്കും. അപ്പോൾ നമ്മൾ ഉസ്താമാരും മറ്റുമൊക്കെ പ്രസംഗത്തിലൊക്കെ കേട്ടിട്ടുണ്ടാവും, ഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാതി ശയാത്വീൻ. ശൈത്താനിൻ്റെ അവൻ്റെ ഒരു അക്രമത്തിൽ നിന്ന് എങ്ങനെയാണ് ആക്രമിക്കാൻ, നമുക്ക് തിന്മ ചെയ്യാൻ മറ്റുമൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ശൈത്താനിൻ്റെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ അവൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നതിന് തൊട്ടും അള്ളാഹുവിനോട് നമ്മൾ അഭയം ചോദിക്കുക. അതുപോലെ വഅഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ. ആ ശൈത്താന്മാരൊക്കെ ഹാദിറാവുന്നതിന് തൊട്ട് അവരൊക്കെ ആ വിഷയത്തിനെ തൊട്ടൊക്കെ അള്ളാഹുവെ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്നുള്ള ഒരു വിഷയം. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുകയാണെങ്കിൽ നമുക്കൊരു ഗുണം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഒരു വിഷയമാണ്. ഇനി അടുത്തത് നമ്മൾ വളരെ ചിന്തിക്കേണ്ട എന്ന് മാത്രമല്ല നമ്മുടെ ജീവിതം ചിട്ടയാക്കേണ്ടതും, അല്ലെങ്കിൽ വളരെ കൃത്യതയോടെ മുന്നോട്ട് പോകണം, ഇല്ലെങ്കിൽ നമ്മൾ നാളെ പരലോകത്ത് വിരലകടിക്കേണ്ടി വരും എന്ന് സൂചിപ്പിക്കുന്ന ഒരു വലിയ ആശയമുള്ള അർത്ഥഗർഭമായ ആയത്തുകളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. فإذا نفخ في الصور فلا أنساب بينهم يومئذ ولا يتساءلون فمن ثقلت موازينه فأولئك هم المفلحون ومن خفت موازينه فأولئك الذين خسروا أنفسهم في جهنم خالدون. നാളെ പരലോകത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ നന്മകളെയും നമ്മുടെ തിന്മകളെയും നമുക്ക് തൂക്കുകയും നമുക്കറിയാം, റഖീബ് അതീദ്, 2 മലക്കുകൾ നമ്മുടെ കർമ്മങ്ങളൊക്കെ എഴുതും. അല്ലാഹുവേ നമ്മുടെ പാപങ്ങളൊക്കെ നീ പുറത്തു നൽകണേ. എത്ര പാപങ്ങളാണ് ഞാനും നിങ്ങളും നമ്മളും ചെയ്തു പോകുന്നത്. അള്ളാഹു മാപ്പ് നൽകട്ടെ. അള്ളാഹു ഗഫാറാണ്, അള്ളാഹു അഫൂവാണ്, അള്ളാഹു വദൂദാണ്. അള്ളാഹു നമുക്ക് മാപ്പ് നൽകട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ആമീൻ. അപ്പോൾ ഫമൻ തഖുലത്ത് നമുക്കറിയുന്ന ആയത്താണ്, പക്ഷെ ഇത് വളരെ നമ്മളെ ചിന്തിപ്പിക്കുന്ന, നമ്മുടെ ഖൽബിലേക്ക് വേദന വരുന്ന, സങ്കടം വരുന്ന ഒരായത്താണ്. ഫമൻ തഖുലത്ത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവർ രംഗം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ, അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മൾ എത്തുന്നു. നമ്മുടെ ദുനിയാവിൻ്റെ നമ്മുടെ ആയുഷ് തീരുന്ന്, അവർ എക്സാമിനേഷൻ കഴിഞ്ഞു. ഞാൻ പറഞ്ഞുവല്ലോ, നമ്മുടെ ജീവിതം, മരണം അതൊക്കെ നമ്മുടെ പരീക്ഷണമാണ്. തബാറക സൂറത്തിൽ, മുൽക്ക് സൂറത്തിൽ പറയുന്നുണ്ട്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും. അള്ളാഹു മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത് ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും മനോഹരമായ, ഏറ്റവും നല്ല അമലുകൾ,
ഏറ്റവും നല്ല രീതിയിൽ അമൽ ചെയ്യുന്നത് ആരാണ്, തഖ്വയോടെ ആരാണ് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പരീക്ഷയാണ്, ഒരു എക്സാമിനേഷനാണ്. അത് പരിശോധിക്കാൻ വേണ്ടിയാണ് ഈ ജീവിതവും ഈ മരണവുമൊക്കെ. അപ്പോൾ ആ പരീക്ഷണത്തിൽ ഒരു റിസൾട്ടിൻ്റെ ദിവസമാണ് അന്ന്. അപ്പോൾ ആ ദിവസം ആരുടെ തുലാസാണ് തൂങ്ങുന്നത്, നന്മയുടെ തുലാസ്, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർക്കാണ് ശാശ്വത വിജയം. ഞാൻ പറഞ്ഞല്ലോ മുഫ്ലിഹൂനാണ് അവിടെ ഉപയോഗിച്ചത്, ഫായിസൂൻ എന്നല്ല, രണ്ട് വ്യത്യാസമുണ്ട്. നോക്ക്, ഹുമുൽ മുഫ്ലിഹൂൻ, അവർക്കാണ് ശാശ്വത വിജയം, എറ്റേണൽ വിക്ടറി അവർക്കാണ്. ഫമൻ ഖഫ്ഫത് മവാസീനുഹു, വേദനയുള്ള വിഷയം. ആരുടെ തുലാസാണ് തിന്മയുടെ തുലാസ് തൂങ്ങുന്നത്, നന്മയുടെ തുലാസ് കുറഞ്ഞു പോകുന്നത്? ഫഉലൈക അല്ലദീന ഖസിറൂ അൻഫുസഹും, അവരാണ് അവരുടെ നഫ്സുകളെ, അവരുടെ ശരീരങ്ങളെ വഞ്ചിച്ചവർ. അവർ ജഹന്നം എന്ന നരകത്തിൽ ശാശ്വതരാണ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വലിയ ചിന്തിക്കേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അല്ലാഹു നമുക്ക് ഹിദായത്ത് നൽകട്ടെ. അല്ലാഹു നമ്മുടെ പ്രവാചകർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കൂടെ സ്വർഗ്ഗത്തിൽ അല്ലാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമ്മൾ പോകുന്നത് 111 ആയത്താണ്. 111 ആയത്ത് നാളെ പരലോകത്തിൽ നമ്മുടെ പുനർജീവിപ്പിച്ച് കഴിഞ്ഞാൽ അവർ പ്രത്യാഘാതം, അല്ലെങ്കിൽ അള്ളാഹു ചോദിക്കുന്നൊരു നിമിഷം, കം ലബിസ്തും ഫിൽ അർളി ആദദ സിനീൻ, നിങ്ങളുടെ ഭൂമിയിൽ എത്ര ദിവസങ്ങളാണ് അല്ലെങ്കിൽ എത്ര വർഷങ്ങളാണ് നിങ്ങളവിടെ താമസിച്ചത് എന്ന് അള്ളാഹു ചോദിക്കുന്നൊരു സന്ദർഭം. അപ്പോൾ പറയുന്നത് അതിൻ്റെ മറുപടിയായി, ലബിസ്ന യൗമൻ ഔ ബഅദ യൗമിൻ ഫസ്അലിൽ ആദീൻ, കുറച്ച് ദിവസങ്ങളാണ്, അല്ലെങ്കിൽ ഒരു ദിവസമാണ്. ലബിസ്ന യൗമൻ, ഒരു ദിവസമാണ്, അല്ലെങ്കിൽ ഒരു ദിവസമില്ല. ഔ ബഅദ യൗമിൻ, ഒരു ദിവസത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം നമ്മൾ ജീവിച്ചിട്ടുള്ളൂ. അപ്പോൾ ആഖിറത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ സ്വർഗം നരകം, അവിടെ എന്തില്ല, സൂര്യോദയമില്ല, സൂര്യാസ്തമയമില്ല, തുടക്കമില്ല. അവിടെ ഒരു എറ്റേണൽ ആയിട്ടുള്ള ജീവിതമാണ്, ശാശ്വതമായിട്ടുള്ള ജീവിതം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മുടെ ദുനിയാവിനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ദിവസം എന്ന് അവർ പറയാനേ പറ്റില്ല. ഇന്ന് ഇവിടെ ദുനിയാവ് നമുക്ക് പറയാൻ പറ്റും, ഇത് ദുനിയാവ്, നമുക്ക് രാവിലെയാകും, ഉച്ചയാകും, വൈകുന്നേരമാകും, അങ്ങനെ ആ ദിവസം കഴിയും, രാത്രിയാകും. പക്ഷെ ആഖിറ അങ്ങനെയല്ല. അവിടെ ഒരു ദിവസം എന്ന് നമുക്ക് പറയാം. അപ്പോൾ അവിടുത്തെ അവർ മൈൻഡിൽ അല്ലാഹു നമ്മളോട് ചോദിക്കുമ്പോൾ, കം ലബിസ്തും ഫിൽ അർളി ആദദ സിനീൻ ഖാലു ലബിസ്ന യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസം ഇല്ല, അത്രയും നമ്മൾ ജീവിച്ചിട്ടുള്ളൂ. അതിൽ വേറൊരു ആശയം കൂടി നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട്. എന്തെന്നറിയാം, നമ്മുടെ ഈ ജീവിതം, നമ്മുടെ ഈ ഭൗതികമായ ജീവിതം, അത് ടെമ്പററിയാണ്, അത് ശാശ്വതമല്ല, നശ്വരമാണെന്ന് സൂചിപ്പിക്കുന്നൊരു വിഷയം. ഇനി അല്ലാഹു എന്തൊക്കെയാണെങ്കിലും നമുക്ക് അല്ലാഹു പുറത്തു നൽകും. അതിൻ്റെ പ്രതീക്ഷയുടെ ആയത് ഈ സൂറ മുഅ്മിനീൻ, സൂറ അൽ മുഅ്മിനൂൻ, അതിൻ്റെ അവസാനത്തായത് വഖുർ റബ്ബിഗ്ഫിർ വർഹം വഅൻത ഖൈറുർ റാഹിമീൻ. ദുആ ചെയ്യാൻ നമ്മളോട് അല്ലാഹു പറയുന്നുണ്ട്. റബ്ബിഗ്ഫിർ വർഹം വഅൻത ഖൈറുർ റാഹിമീൻ. ആ വിഷയം നമ്മൾ കിടക്കുന്ന സൂറത്ത് നൂറാണ്. നമ്മുടെ ഇപ്പം തന്നെ സമയമായിട്ട് നമ്മൾ വളരെ സ്കിപ്പ് ചെയ്ത് പോവാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തു നൂർ, സൂറത്തുൻ അൻസൽനാഹാ വഫറദ്നാഹാ വഅൻസൽനാ ഫീഹാ ആയാതിൻ ബയ്യിനാതിൻ ലഅല്ലകും തദക്കറൂൻ. അങ്ങനെ തുടർന്നിട്ട് ഒരായത്ത് പറയുന്നത്, ആദ്യമായിട്ട് ഇവിടെ പറയുന്നത് ഒരു വിഷയം പറയാൻ ഞാൻ ആഗ്രഹിക്കാം. ഈ സൂറത്തുൽ മാഇദ അത് ആണുങ്ങൾ അല്ലെങ്കിൽ മെന്നായിട്ടുള്ള ആൾക്കാർ, ജെൻസ് അത് പഠിക്കണം. ആ വിഷയം എല്ലാം പഠിക്കണം. പക്ഷെ പ്രത്യേകിച്ചെന്ന് പറയാണ്, ആണുങ്ങളായ ആൾക്കാർ സൂറത്തുൽ മാഇദ അറിയണം, മനസ്സിലാക്കണം. പെണ്ണുങ്ങളായ ആൾക്കാർ സൂറത്തു നൂർ മനസ്സിലാക്കണം. ആയിഷ ബീബി അതിനെ എംഫസൈസ് ചെയ്യുന്നുണ്ട്. സൂറത്തു നൂർ പെണ്ണുങ്ങളത് പ്രത്യേകിച്ച് പഠിക്കണം. ഇതിൽ
വിഷയം ആദ്യം ചർച്ച ചെയ്യുന്നത് വ്യഭിചാരത്തെ പറ്റിയാണ്, അല്ലെങ്കിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് ഇസ്ലാമികമായിട്ടുള്ള അവർക്ക് ശിക്ഷ മറ്റുമൊക്കെ. الزانية والزاني فاجلدوا كل واحد منهما 100 جلدة ولا تأخذكم بهما رأفة في دين الله إن كنتم تؤمنون بالله واليوم الآخر. അങ്ങനെ തുടർന്നിട്ടുള്ള വിഷയം. അപ്പോൾ അങ്ങനെ വ്യഭിചാരം ചെയ്ത ആൾക്ക് 100 അടികൾ അടിക്കണം എന്ന് പറയുന്ന ഒരു വിഷയം. ഇനി ഒരു പരദൂഷണം പറയുന്ന ആൾ, അല്ലെങ്കിൽ വെറുതെ ആരോപണം നടത്തുന്ന ആൾ, മുഅ്മിനീങ്ങളായ ആൾക്കാർക്ക് ആയിഷ ബീവിയുടെ ചരിത്രം നമുക്ക് അറിയാമല്ലോ, അതിന് നമുക്ക് ചർച്ച ചെയ്യാം ഇവിടെ. ഏതായാലും മുഅ്മിനാത്തുകളുടെ അവരുടെ ആരോപണം, വെറുതെ വ്യഭിചാര ആരോപണം നടത്തുന്ന ആൾക്കാർ, അവർക്ക് അതൊരു വലിയ ഗുരുതരമായ വിഷയമാണ്, അവരുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്, അതിങ്ങനെ ചെയ്യരുത് എന്ന വിഷയം പറയുന്നൊരു വിഷയം. വല്ലദീന യർമൂനൽ മുഹ്സനാത്ത്, അങ്ങനെ വെറുതെ മുഅ്മിനീങ്ങളായ ആൾക്കാരോട്, മുഅ്മിനാത്തുകളായ ആൾക്കാർ വ്യഭിചാര ആരോപണം നടത്തുന്ന അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സുമ്മ ലം യഅ്തൂ ബിഅർബഅത്തി ശുഹദാ, അവർ 4 തെളിവുകൾ, 4 ശുഹദ, 4 ഷാഹിദീങ്ങൾ, സാക്ഷികൾ കൊണ്ടുവരണം. ഇനി കൊണ്ടുവന്നില്ല എങ്കിൽ ഫജ്ലിദൂഹും 80 ജൽദ, അവർക്ക് 80 അടികൾ അവർക്കടിക്കണം. അവരിൽ നിന്ന് പിന്നെ ഒരിക്കലും ഷഹാദത്ത് സാക്ഷ്യം സ്വീകരിക്കുകയും ചെയ്യരുത്. വല തഖ്ബൽ, അവരുടെ സാക്ഷ്യം സ്വീകരിക്കുകയും ചെയ്യരുത്. അവർ ഫാസിഖീങ്ങളെന്ന് പറയുന്ന ഒരു വിഷയം. ഇനി ആയിഷ ബീവിയുടെ ഒരു വിഷയമാണ് പറയുന്നത്. നമുക്കറിയാം, ആയിഷ ബീവി പിന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യാത്രയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ആയിഷ ബീബി ആയിഷ ബീബിയെ ചുമന്നുകൊണ്ട്, അല്ലെങ്കിൽ ആയിഷ ബീബി ഒരു വാഹനത്തിൽ, വാഹനം എന്ന് പറയുമ്പോൾ ഒരു ബോക്സ് പോലെ, അതിലാണ് ആയിഷ ബീബി അതിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് മറ്റുള്ള ആൾക്കാരിങ്ങനെ പൊക്കിക്കൊണ്ടുപോകും ആ വാഹനത്തെ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു വിശ്രമത്തിനും മറ്റുമൊക്കെ പ്രാഥമികമായ വിഷയത്തിനൊക്കെ എല്ലാവരും പോയപ്പോൾ ആയിഷ ബീബി വീണ്ടും തിരിച്ചു വന്നു. നോക്കുമ്പോൾ ആയിഷ ബീബിയുടെ ഒരു നെക്ലസ്, അല്ലെങ്കിൽ ഒരു സരം ഇത് കാണാനില്ല. അങ്ങനെ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു പോയി. അങ്ങനെ പോയപ്പോൾ ഈ യാത്രാസംഘം അവർ യാത്ര തുടർന്നു. അവർ വിചാരിച്ചു ആയിഷ ബീബി ഇതിൻ്റെ അകത്തുണ്ടാവും, കാരണം ആയിഷ ബീബി വളരെ മെലിഞ്ഞ ആളായിരുന്നു എന്നാണ് നമുക്ക് ചരിത്രം മനസ്സിലാക്കി തരുന്നത്. അങ്ങനെ ഇത് പോവുകയും, അങ്ങനെ അവർ യാത്ര തിരിച്ചു. പക്ഷെ ആയിഷ ബീബി വന്നപ്പോൾ ഇവിടെ ആരും കാണുന്നില്ല. അങ്ങനെ വേദനയോടെ കരഞ്ഞുകൊണ്ട്, ചെറിയ യുവതിയായിരുന്നല്ലോ. അപ്പോഴാണ് സഫ്വാൻ എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹു, ഓർമ്മ ശരിയാണെങ്കിൽ, ഒരു സ്വഹാബി വരികയും, അത് ഏതൊരു യാത്രാസംഘം കഴിഞ്ഞ് പിന്നെ അന്ന് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ യാത്ര പോയി കഴിഞ്ഞാൽ ബേക്കിൽ അവസാനം ഒരാൾ വരും. അത് എന്തിനെന്ന് വെച്ചാൽ എന്തെങ്കിലും വീണ് പോയിട്ടുണ്ടോ, നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ യാത്രികയുടെ അടയാളം മായ്ച്ച് കളയാൻ വേണ്ടിയിട്ട്, ശത്രുക്കളൊക്കെ അതിന് മറ്റുമൊക്കെ അതൊരു സ്ട്രാറ്റജിയാണ്. അടയാളം മായ്ച്ച് കളയാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ബാക്കിൽ ഒരാളുണ്ട്. അയാളങ്ങനെ വന്നപ്പോൾ, സഫ്വാൻ എന്നവർ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ ആയിഷ ബീബി അവർ മനസ്സിലാക്കിയത് ആയിഷ ബീബിയാണ്. കാരണം ഇവർ ഹിജാബ് നിർബന്ധമാവുന്നതിന് മുമ്പ് ആയിഷ ബീബി അവർ കണ്ടിട്ടുണ്ട്. അവർ മനസ്സിലാക്കി. അപ്പോൾ അവർ വളരെ മാന്യതയോടെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയുടെ സ്ഥാനം കൊടുത്ത് അവരെ ഇവരുടെ വാഹനത്തിൽ കയറ്റി. ഇവർ താഴെ ഇറങ്ങി വാഹനം അവർക്ക് താത്തിക്കൊടുത്തു. എന്നിട്ട് വാഹനത്തിൽ അവരെ കയറ്റി സഫ്വാൻ എന്നവർ നടന്നുപോയി. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അവർ വാഹനത്തിൽ കയറി വന്നു. പക്ഷെ ഇത് മുനാഫിക്കീങ്ങൾ ഒരു അവസരമായി കരുതി അവരിതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയും ആയിഷ ബീബിക്ക് വ്യഭിചാര ആരോപണം നടത്തുകയും ചെയ്തു. ഇതൊരു വലിയ വേദനാജനകമായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ വലിയൊരു പരീക്ഷണം. തുടർന്നിട്ട് അങ്ങനെ തുടർന്ന് പിന്നെ ചുരുക്കമാണ്, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വേദനാജനകമായ സമയത്ത് അള്ളാഹു ഖുർആനിൽ 10ഓളം ആയത്തുകൾ ആയിഷ ബീവിയുടെ നിരപരാധിത്വത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു 10ഓളം ആയത്തുകൾ ഇവിടെ
നമുക്ക് കാണാൻ പറ്റും. 11 മുതൽ 20 ആയത്ത് വരെ ഇതിനെ പറ്റിയാണ് പറയുന്നത്. ലൗലാ ഇദ് സമിഅ്തുമൂഹു ദന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബിഅൻഫുസിഹിം ഖൈറൻ വഖാലൂ ഹാദാ ഇഫ്കും മുബീൻ. അങ്ങനെ തുടർന്നിട്ടുള്ള 10ഓളം ആയത്തുകൾ. എന്താണ്? നിങ്ങൾക്ക് സാക്ഷികൾ കൊണ്ടുവരാമായിരുന്നല്ലോ, അവരെ കൊണ്ടുവന്നില്ലല്ലോ, അവർ കള്ളന്മാരാണ്, അവർ കളവ് പറയുന്നവരാണ്, അള്ളാഹുവിൻ്റെ ഫദ്ലൊന്നൊക്കെ റഹ്മത്തും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വലിയ അപകടമൊക്കെ ഉണ്ടാകുമായിരുന്നു ഇതൊക്കെ പറഞ്ഞിങ്ങനെ ആയിഷ ബീബിയുടെ അവർ ആരോപണം, അല്ലെങ്കിൽ ആയിഷ ബീബിയുടെ മുകളിലുണ്ടായിരുന്ന ആരോപണത്തെ അത് ആയിഷ ബീബി നിരപരാധിയാണ്, അല്ലെങ്കിൽ അവർ ഈ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് അള്ളാഹു ഖുർആനിൽ അവസാന നാൾ വരെ നമ്മൾ ഇന്നും ഓതുന്ന ആയത്ത് ആയിഷ ബീബിയുടെ പേരിൽ വന്നു. അപ്പോൾ ആയിഷ ബീബി വളരെ സന്തോഷമായൊരു നിമിഷമാണ്. കാരണം ആയിഷ ബീബിയുടെ നിരപരാധിത്വത്തെ തെളിയിച്ചുകൊണ്ട് 10ഓളം ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ വരിക എന്നുള്ളതൊരു വിഷയമാണല്ലോ. അപ്പോൾ അതാണ് ആ വിഷയം. ഇനി ഇതിന് നമ്മൾ ഒരു നിയമവശം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൽ ഫിഖ്ഹിൽ ലിആൻ എന്ന് പറയുന്നുണ്ട്. അതായത് ഒരാൾ സ്വന്തം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ ഇങ്ങനെ ആരോപണം നടത്തുകയാണെങ്കിൽ അവർ 4 സാക്ഷി കൊണ്ടുവരണം. ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ അവർ 4 പ്രാവശ്യം അവർ തന്നെയാണ് സാക്ഷി. 5ാമത് അവർ പറയും, അവർ ശപിക്കുകയും വേണം. അങ്ങനെ എന്താണ്, ഞാനിത് കളവ് പറയുകയാണെങ്കിൽ എൻ്റെ മുകളിൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാവട്ടെ എന്ന് ഭർത്താവ് പറയണം, അതുപോലെ ഭാര്യയും പറയണം. അങ്ങനെ അതായത് വിസമ്മതിക്കുകയാണെങ്കിൽ അങ്ങനെ പറയണം. അതാണ് ലിആനൊക്കെ പറയുന്നത്. കൂടുതൽ പഠിക്കേണ്ടതാണ് വിഷയം. ശാസ്ത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, സമയം കഴിഞ്ഞല്ലോ. നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾക്ക് ഓരോരോ ആശയങ്ങളും ഇട്ടുതരാണ്. അപ്പോൾ അത് നമ്മൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ അവസാനമായിട്ട് ഒരു സംഭവം കൂടി ഞാൻ പറഞ്ഞു. കാരണം ഇത് പറഞ്ഞില്ലെങ്കിൽ ഒരു സൂറത്തുൻ നൂർ പറയാതെ പോയതുപോലെയാണ്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ. പറഞ്ഞിട്ടുള്ള ആയത്ത് അതൊരു ഉപമയാണ്, ഒരു കമ്പാരിസനാണ്. മുഅ്മിനീങ്ങളെ പറ്റി, മുഅ്മിനെ പറ്റി പറയുന്ന ഒരു ആയത്ത്. മുഅ്മിൻ എന്ന് പറയുന്നത് ഒരു എന്താണ്, അതൊരു നൂറാണ്. അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മുഅ്മിൻ എന്ന് പറയുന്നത്, മുഅ്മിൻ്റെ രൂപം പറയുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു നല്ല ശുദ്ധിയുള്ള, ഒരു ക്ലിയറുള്ള, ക്ലാരിറ്റിയുള്ള ഒരു എന്താ പറയുക, ഒരു ലാമ്പ് പോലെയാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു വെളിച്ചം, ആ വെളിച്ചം ഗ്ലാസിൻ്റെ ഉള്ളിൽ ശുദ്ധിയുള്ള ഗ്ലാസ്, സ്ഫടികം പോലെ, അങ്ങനെ ഒരു റെറ്റോറിക്കലി ആയിട്ട് പറയുന്നൊരു വിഷയം. അതുപോലെ അതിൻ്റെ അപ്പുറത്ത് മുനാഫിഖീങ്ങളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ മുശ്രിക്കീങ്ങളെ പറ്റി പറയുന്ന ഒരു വിഷയമുണ്ട്. അവർ ഇരുട്ടാണ്. കദുലുമാതിൻ ഫി ബഹരിൽ ലുജ്ജിയ്യിൻ യഗ്ഷാഹു മൗജുൻ മിൻ ഫൗഖിഹി. അങ്ങനെ പറഞ്ഞിട്ടുള്ള ആയത്ത് വളരെ ചുരുക്കി പറഞ്ഞതാണ്. നമ്മൾ അധിക വായനയൊക്കെ നമ്മൾ ശ്രമിക്കണം, ആ വിഷയം പഠിക്കേണ്ടതാണ്. ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സുബ്ഹാനകല്ലാഹി വബിഹംദിഹി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.